വിസ്മയിപ്പിക്കുന്ന പല അത്ഭുതങ്ങളും ആകാശത്തുകൂടി പറന്നു കാണാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ദുബായ്. അറേബ്യൻ മരുഭൂമിയും തിളങ്ങുന്ന കൂറ്റൻ കെട്ടിടങ്ങളും മറ്റു മനോഹരമായ കാഴ്ചകളും UAE നിവാസികളിലേക്ക് എത്തിക്കാനായി എയർ ടാക്സികൾ എത്താൻ പോവുകയാണ്. ഈ വർഷം അവസാനത്തോടെ ദുബായിൽ എയർ ടാക്സികളും ഈ വർഷം തുടക്കത്തിൽ ഡ്രൈവറില്ലാ ടാക്സികളും സേവനം തുടങ്ങുമെന്ന് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ചെയർമാൻ മത്തർ അൽ തായർ ലോക ഗവൺമെന്റ് ഉച്ചകോടിയിൽ പറഞ്ഞു. സ്വപ്നങ്ങളിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് ദുബായ് അതിവേഗം കുതിക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപാണ് എയർ ടാക്സികൾ എന്ന സ്വപ്നത്തിലേക്ക് ദുബായ് യാത്ര തുടങ്ങിയത്. ആ സ്വപ്നമാണ് ഇന്ന് യാഥാർത്ഥ്യമാകുന്നതെന്നും അൽ തായർ വ്യക്തമാക്കി. ഭാവി പദ്ധതികൾ ഗൗരവത്തോടെയാണ് ദുബായ് കൈകാര്യം ചെയ്യുന്നത്. ഞങ്ങൾ പറയുന്നത് മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നതെന്നാണ് അൽ തായർ പറഞ്ഞത്. വാണിജ്യ എയർ ടാക്സികൾക്കായുള്ള സ്കൈപോർട്ടുകൾ ഉൾപ്പെടെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉടൻ തന്നെ പ്രവർത്തനക്ഷമമാകും. ലോക ഗവൺമെന്റ് ഉച്ചകോടി പോലുള്ള ആഗോള വിദഗ്ധർ പങ്കെടുക്കുന്ന പരിപാടികളിലൂടെ പദ്ധതിയെക്കുറിച്ച് വിശദമായ ചർച്ചകളും നടത്തിയിരുന്നു. തിരക്ക് കുറയ്ക്കാനും യാത്രാ സമയം കുറയ്ക്കാനും നഗരത്തിലുടനീളം പുതിയൊരു പ്രീമിയം ഗതാഗത ഓപ്ഷൻ തന്നെയായിരിക്കും എയർ ടാക്സികൾ. ഈ വർഷം ആദ്യപാദത്തിൽ ഡ്രൈവറില്ലാ ടാക്സികൾ ഓടിത്തുടങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ. വെറും 10 മാസങ്ങൾക്കുള്ളിലാണ് ഡ്രൈവറില്ലാ ടാക്സികൾ എന്ന പദ്ധതി ആസൂത്രണത്തിൽ നിന്ന് നിർവഹണത്തിലേക്ക് മാറിയത്. ഒരു സമർപ്പിത കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ ഇതിനകം തന്നെ സ്ഥാപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വിശദീകരിച്ചു. ചൈനയിലെ ബൈഡു ഉൾപ്പെടെയുള്ള സ്വയം നിയന്ത്രിത വാഹന കമ്പനികളുമായി സഹകരിച്ചാണ് സ്വയം നിയന്ത്രിത വാഹനങ്ങൾ ദുബായിൽ പരീക്ഷണയോട്ടം നടത്തിയത്. സാമ്പത്തിക വളർച്ചയ്ക്കും നിക്ഷേപത്തിനും ജീവിത നിലവാരത്തിനും ശക്തമായ അടിസ്ഥാന സൗകര്യങ്ങൾ പ്രധാനമാണ്. ഏതൊരു സമ്പദ് വ്യവസ്ഥയുടെയും നട്ടൽ തന്നെയാണ് അടിസ്ഥാന സൗകര്യങ്ങൾ. അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതെ നിക്ഷേപം ആകർഷിക്കാനോ കമ്പനികൾ കെട്ടിപ്പടുക്കാനോ കഴിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി.